അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. രണ്ടാം സെമസ്റ്റർ BA വിദ്യാർത്ഥികളുടെ കോമൺ കോഴ്സ് അറബിക്കിൻ്റെ രണ്ടാമത്തെ യൂണിറ്റാണ് ഇന്നത്തെ നമ്മുടെ പാഠഭാഗം. അൽ അഖ്ലാഖു വശമാഇലു എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് വരുന്നത്. പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് ഇന്ത്യയുടെ മഹാനായ എഴുത്തുകാരൻ അബൂ ഹസൻ അലി അൻ-നദ്വി തൻ്റെ ഖസസുൻ നബിയ്യീൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായി പരാമർശിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ നിന്നും എടുക്കപ്പെട്ട ചില ഭാഗങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അൽ അഖ്ലാഖു വശമാഇലു. ഖുലുഖ് എന്നതിൻ്റെ ബഹുവചനമാണ് അഖ്ലാഖ്. ഷമീലത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ഷമാഇൽ. ഖുലുഖ് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള പദമാണ്, സ്വഭാവം. അതേ അർത്ഥത്തിൽ തന്നെയാണ് സ്വഭാവ സവിശേഷതകൾ, സ്വഭാവ ഗുണങ്ങൾ എന്ന അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു പദം തന്നെയാണ് ഷമാഇൽ എന്നതും, ഷമീലത്ത് ഷമാഇൽ എന്നും. അപ്പോൾ അൽ അഖ്ലാഖു വശമാഇലു, സ്വഭാവ സവിശേഷ ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങളും സവിശേഷ ഗുണങ്ങളും. ഫി കിതാബി ഖസസുൻ നബിയ്യീൻ യദ്കുറു ഷെയ്ഖ് അബുൽ ഹസൻ അലി അൽ ഹസനി അൻ-നദ്വി. ഖസസുൻ നബിയ്യീൻ എന്ന ഗ്രന്ഥത്തിൽ അബൂ ഹസൻ അലി അൻ-നദ്വി വിവരിക്കുന്നു, അന്ന ഖുലാഖിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശമാഇലിഹി മായലി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് താഴെ പറയും പ്രകാരം. ആ ഗ്രന്ഥത്തിൽ പറയുന്ന ഭാഗമാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. വസഫഹു അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വിശേഷിപ്പിച്ചു. വഹുവ മിൻ അഅറഫിൻ നാസി. അപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിനെ വിശേഷിപ്പിച്ചു എന്ന് പറയുമ്പോൾ അലി റളിയല്ലാഹുവിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാണ്. ആരാണ് അലി റളിയല്ലാഹുവിനു? വഹുവ മിൻ അഅറഫിൻ നാസി ബിഹി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ അറിയുന്ന ഒരാളാണ്. അഅറഫ് എന്ന് പറഞ്ഞാൽ ഏറെ അറിയുന്ന ആൾ, കൂടുതൽ അറിയുന്ന ആൾ. വ അക്സരിഹിം ഇശ്റത്തൻ ലഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടുതൽ കമ്പനിയുള്ള ഒരാളാണ്. ഇശ്റത്ത് എന്ന് പറഞ്ഞാൽ ഇൻറ്റിമസി, അടുപ്പമുള്ള ഒരാളാണ്. ഇശ്റത്തൻ ലഹു, കൂടുതൽ അടുപ്പമുള്ള ആളാണ്. വ അഖ്ദരിഹിം, കൂടുതൽ കഴിവുള്ള ഒരാളാണ്. അലൽ വസ്ഫി വൽ ബയാൻ, വിശേഷണം പറയാനും വിശദീകരിക്കാനും ഒക്കെ. വസ്ഫ് പറഞ്ഞ വിശേഷണം, വിശേഷിപ്പിക്കൽ. ബയാൻ എന്ന് പറഞ്ഞാൽ വിശദീകരണം നൽകൽ. അപ്പോൾ കൂടുതൽ വ്യക്തതയോടെ വ്യക്തമാക്കി പറയാനും ബയാൻ വ്യക്തമാക്കൽ എന്നും ഉദ്ദേശമുണ്ട്. അപ്പം വസ്ഫ് ബയാൻ, വിശേഷണങ്ങൾ പറയാൻ ഏറെ കഴിവുള്ള ഒരാളാണ്. ലളിതമായി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി പറയാൻ കഴിയുന്ന അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചതാണ് ഇനി പറയാൻ പോകുന്നത്. ഫഖാല, ആ വിശേഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധാർമികത പതിവാക്കിയ ആളായിരുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ തെറ്റ് ചെയ്യുന്നവനായിട്ടില്ല. ഫാഹിഷ്, മുതഫഹിഷ് ഹദീസിൻ്റെ ഭാഗമായതുകൊണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ അറിയുന്നത് നല്ലതാണ്. ഫാഹിഷ് എന്ന് പറഞ്ഞാൽ അല്ലദീ യതകല്ലമു ബിൽ ഖുബ്ഹി, മോശം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാണ് ഫാഹിഷ് എന്ന് പറയുക. മോശമായ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾ ഫാഹിഷ്, അധാർമികത പതിവാക്കിയവൻ. മുതഫഹിഷ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യക്സുറു മിനൽ ഫുഹ്ഷി വയതകല്ലഫുഹു എന്നാണ് അതിൻ്റെ കറക്റ്റ് അർത്ഥം. ധാരാളം തെറ്റുകൾ ചെയ്യുകയും മനഃപൂർവ്വം തെറ്റുകൾ അധികരിപ്പിക്കുന്ന ഒരാൾ, മനഃപൂർവ്വം തെറ്റുകൾ കൂടുതൽ ചെയ്യുന്ന ആൾ. അപ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളായിട്ടില്ല, ചെറിയ തെറ്റുകൾ ചെയ്യുന്നവനോ വലിയ തെറ്റുകൾ ചെയ്യുന്നവനോ ആയിട്ടില്ല. വല സഹാബൻ, വല സ്വഹാബൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒച്ചയിട്ട് സംസാരിക്കുന്നവനായിട്ടില്ല. സഹാബ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യർഫഉ സൗതഹു അലൻ നാസി ലിസൂഇ ഖുൽഖിഹി വയക്സുറു സിയാഹു അലൈഹിം. പഴയ ആൾക്കാരൊക്കെ പറയും തൊള്ള കോളാമ്പിയൊക്കെ എന്ന് പറയും. അഥവാ ആവശ്യമില്ലാതെ ഇങ്ങനെ മോശം കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ഉച്ചത്തിൽ സംസാരിക്കുകയും ആക്രോശിക്കുകയും അങ്ങാടിയിൽ ഇങ്ങനെ ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം ആണ് സഹാബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാതൊരുവിധ തമ്മാടിത്തരവും ചെയ്യുന്ന ആളായിരുന്നില്ല, അല്ലെങ്കിൽ തമ്മാടിത്തരങ്ങളോ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും ചെയ്യുന്ന ആളായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ പൊതുജനങ്ങളിൽ ചിലപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. വലാ യജ്സി സയ്യിഅത ബിസ്സയ്യിഅതി, മോശത്തെ മോശം കൊണ്ട് പ്രതികരിക്കുന്ന ആളായിരുന്നില്ല. ജസാ നൽകുന്ന, അഥവാ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ തെറ്റുകൊണ്ട് പ്രതിഫലം കൊടുക്കുക. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, പണി കൊടുക്കുക എന്നൊക്കെ പറയാം. നമ്മളോട് ഇങ്ങോട്ട് മോശം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചും അങ്ങോട്ടും മോശം പ്രവൃത്തി ചെയ്യാം. അത് ചെയ്യുന്ന ആളായിരുന്നില്ല. സയ്യിഅത്തിനെ സയ്യിഅത്ത് കൊണ്ട് നേരിടുന്ന ആളായിരുന്നില്ല, തെറ്റിനെ തെറ്റുകൊണ്ട് നേരിടുന്ന ആളായിരുന്നില്ല. വലാകിൻ യഅഫു വയസ്ഫഹു,
പക്ഷേ നബി തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? യഅഫു, മാപ്പ് കൊടുക്കും. യസ്ഫഹു, വിട്ടുവീഴ്ച ചെയ്യും. ഏകദേശം ഒരു ആശയത്തിൽ വരുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്ന ആളായിരുന്നു. മാ ലറബ ബിയദിഹി ഷൈഅൻ ഖത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിനെയും അടിച്ചിട്ടില്ല തൻ്റെ കരങ്ങൾ കൊണ്ട് അടിച്ചിട്ടില്ല, അഥവാ യാതൊരുവിധ അക്രമവും നടത്തിയിട്ടില്ല. ഒന്നിനെയും, ആളുകളെ ആവട്ടെ ജീവികളെ ആവട്ടെ, ഒന്നിനെയും. ഇല്ലാ യുജാഹിദ ഫീ സബീലില്ലാ, ധർമ്മസമരത്തിലല്ലാതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുമ്പോഴല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിലല്ലാതെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സമയത്തൊക്കെ വാൾ ഉപയോഗിക്കുകയും അത്തരം രീതിയിലുള്ള നടപടികളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ വല ഇല്ല യുജാഹിദ ഫീ സബീലില്ലാ, ധർമ്മസമരത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിൻ്റെ ഭാഗമായിട്ടല്ലാതെ. വല ലൊറബ ഖാദിമൻ വലംറാത്തൻ, പലപ്പോഴും വേലക്കാരോട് ചിലപ്പോൾ മുതലാളിമാർക്കുണ്ടാകുന്ന ഒരു സ്വഭാവമാണ് അവരെ അടിക്കുക, അവരെ ചീത്ത പറയുക എന്നൊക്കെ. വേലക്കാരനെയോ വലംറാത്തൻ, സ്ത്രീയെയോ അഥവാ ഭാര്യമാരാരെങ്കിലും ഒന്നും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചിട്ടില്ല. മാ റഅയ്തുഹു മുൻതസിറൻ മിൻ മദ്ലമത്തിൻ ളുലിമഹ ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കപ്പെട്ട ഒരക്രമത്തിനും പ്രതികാരമെടുക്കുന്നതായിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. മാ റഅയ്തുഹു മുൻതസിറൻ, നബിയെ പ്രതികാരമെടുക്കുന്നവനായി ഞാൻ കണ്ടിട്ടില്ല. മിൻ മദ്ലമത്തിൻ ളുലിമഹ, ആക്രമിക്കപ്പെട്ട ഒരക്രമത്തിൽ നിന്ന്, ഖത്തു, ഒരിക്കലും. അപ്പോൾ ആരെങ്കിലും ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്രമിച്ചതിൻ്റെ പ്രതികാരം നീട്ടണം എന്ന രീതിയിൽ ഒരു സഹായം തേടി പോവുക. അവിടെ ഒരു ഇൻതിസാർ എന്നുള്ള പദം അവിടെ ഉപയോഗിക്കാനുള്ള കാരണം അതാണ്. ഒരു സഹായം ആക്രമിച്ചവനെതിരെ ഒരു സഹായം തേടലെന്ന ഉദ്ദേശമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു അക്രമത്തിനും പ്രതികാരം തേടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മാ ലം യുൻതഹക് മിൻ മഹാരിമില്ലാഹി തആല ഷൈഉൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു മഹാരിമില്ലാഹി തആല, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ലിമിറ്റേഷൻസ്, പരിധികൾ, ഇത് പിച്ച് ചീന്തപ്പെടുക എന്ന അവസ്ഥയിൽ. അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള കാര്യങ്ങൾ പിച്ച് ചീന്തപ്പെടുന്ന അല്ലെങ്കിൽ ലംഘിക്കപ്പെടുന്ന വേളകളിലല്ലാതെ, മഹാരിമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളുണ്ട്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പിച്ച് ചീന്തിയിട്ടില്ലെങ്കിൽ അത്തരം സമയങ്ങളിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും. ഇതൊൻ തുഹിക്ക, ഇനി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള കാര്യങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കാനമിൻ അഷദ്ദിഹിം വലബ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ കോപാകുലനാകുന്നത്, അവരോട് ദേഷ്യം വെക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലവരുടെയും ദേഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കുന്നത്. വമാ ഖുയ്യിറ ബൈനൽ അംറൈനി ഇല്ലാ ഇഖ്താറ ഐസറുഹുമാ, രണ്ട് കാര്യങ്ങൾക്കിടയിൽ സെലക്ട് ചെയ്യേണ്ട കാര്യം വരും. വമാ ഖുയ്യിറ ബൈന അംറൈനി, രണ്ട് കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെലക്ഷൻ നടത്തിയിട്ടില്ല. ഇല്ല ഇഖ്താറ ഐസറുഹുമാ, അതിൽ നിന്ന് ഏറ്റവും എളുപ്പമായത് തിരഞ്ഞെടുത്തിട്ടല്ലാതെ. അപ്പോൾ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്തും അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തുന്ന സമയം ഏറ്റവും എളുപ്പമായ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യം ചെയ്യുക. കാര്യങ്ങൾ പരമാവധി കോംപ്ലിക്കേഷൻ ആക്കാതെ എല്ലാം എളുപ്പമായ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. ഇനി വ്യക്തിപരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ, വഇദ ദഖല ബൈതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചാൽ, കാന ബശറൻ മിനൽ ബശരി, ലോകത്തെ ഏറ്റവും ഉന്നതനായ വ്യക്തി, കാന ബശറൻ മിനൽ ബശരി, സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. യഫ്ലി സൗബഹു, തൻ്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കും. യഫ്ലി സൗബഹു എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ വസ്ത്രങ്ങളിലുള്ള ചെള്ള്, പേന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കം ചെയ്യുക, ആ ഒരു അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുക. ഉദ്ദേശം വസ്ത്രങ്ങൾ വൃത്തിയാക്കുക. യഫ്ലി സൗബഹു, കൃത്യമായ അർത്ഥം യൽതഖിതു ഷൈ അൽ മുഅദിയ കൽ ബർഖൂസി വൽ ഖുമ്മലി വനഹ്വിഹി എന്ന, വസ്ത്രത്തെ മോശമാക്കുന്ന രീതിയിൽ അതിലുണ്ടായിരുന്ന അഴുക്കുകളെ നീക്കം ചെയ്യാമെന്ന് ഉദ്ദേശം. ഇവിടെ ആശയം യഫ്ലി സൗബഹു, വസ്ത്രങ്ങൾ വൃത്തിയാക്കും. വയഹ്ലു ബുഷാത്തഹു, തൻ്റെ ആടിനെ കറക്കും, അഥവാ ആടിൽ നിന്ന് പാല് ചുരത്തിക്കും. വയഹ്ദുമു നഫ്സഹു, സ്വന്തം സേവനം നടത്തും, അഥവാ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യും. വയഖൂൽ ലാ യഖൂമു വലാ യഖൂമു വലാ യജ്ലിസു ഇല്ലാ അലാ ദിക്രിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വീണ്ടും പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കില്ല, ഇരിക്കില്ല, ഇല്ലാ അലാ ദിക്രിൻ, ദിക്റിൻ്റെ മേൽ ആയിട്ടല്ലാതെ. അങ്ങനെ പറഞ്ഞാൽ സദാസമയം ദിക്ർ ചെല്ലുന്ന അവസ്ഥയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. വലാ യഖൂമു വലാ യജ്ലിസു, ഇരുത്തവും ഇല്ല, ഇല്ലാ അലാ ദിക്രിൻ, ദിക്റിൻ്റെ മേലല്ലാതെ. വഇദൻ തഹ ഇലാ ഖൗമിൻ ജലസ ഹൈസു യൻതഹി
ബിഹിൽ മജ്ലിസു. ഇനി ഒരു സമൂഹത്തിലേക്ക് ചെന്നാൽ, ഒരു സഭയിലേക്ക് ചെന്നാൽ, ഒരു ആളുകളുടെ ഇടയിലേക്ക് ചെന്നാൽ എവിടെയാണോ സദസ്സ് അവസാനിക്കുന്നത് അവിടെ ഇരിക്കും. ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ നുഴന്ന് കയറി മുന്നിലെത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലൈൻ്റെ ഇടയിൽ കയറുന്നത് ആ രീതിയില്ല. എവിടെയാണോ എത്തിയത് അവിടെ ഇരിക്കും. വയ ഉമുർ ബിദാലിക്ക, എല്ലാവരോടും ഇതാണ് കൽപ്പിക്കാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികളോടും പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, നിസ്കാരത്തിൻ്റെ കാര്യങ്ങളും ജമാഅത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പള്ളിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ആളുകളുടെ പിരടി മുറിച്ച് കടന്ന് മുന്നിലേക്ക് നടക്കരുത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അങ്ങനെയാണ്. യോത്തി കുല്ല ജുലസഇഹി ബിനസീബി, എല്ലാ തൻ്റെ സദസ്യർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സദസ്സിലുള്ളവർക്ക് അവരുടെ ഹക്ക് നൽകും, അവരുടെ ഓഹരി നൽകും എന്ന് പറഞ്ഞാൽ യോത്തി കുല്ല ജുലസായി, തൻ്റെ കൂടെ സദസ്സിലുള്ളവർക്ക്, ജലീസ് എന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുന്ന ആളെന്നാണ്, സദസ്സിൽ കൂടെ ഇരിക്കുന്ന ആൾ, അതിനൊക്കെ ജലീസ് എന്നാണ് പറയുക. അപ്പോൾ സദസ്സിലുള്ള കൂടെയുള്ള ആളുകൾക്ക് അവരുടെ വിഹിതം നൽകും. ലാ യഹ്സബു ജലീസുഹു അന്ന അഹദൻ അക്രമ അലൈഹി മിൻഹു, അത് വളരെ വലിയൊരു ഗുണമാണ്. ഒരാളും ധരിക്കുകയില്ല, ലാ യഹ്സബു ജലീസുഹു, കൂടെ ഇരിക്കുന്ന ആൾ ധരിക്കുകയില്ല, അന്ന അഹദൻ, തീർച്ചയായും ഒരാൾ, അക്രമ അലൈഹി മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയാളേക്കാൾ വേണ്ടപ്പെട്ടവനാണ് എന്ന് ധരിക്കുകയില്ല. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഞാനാണ് റസൂലിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളെന്ന്. ആ രീതിയിൽ പെരുമാറും. അതാണ് എല്ലാ കൂടെ സദസ്സിലിരിക്കുന്നവർക്കൊക്കെ അവരുടെ വിഹിതം നൽകുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല പരിഗണന നൽകും. എല്ലാവരും വിചാരിക്കും ഞാനാണ് റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് വിചാരിക്കും. മൻ ജാലസഹു ഔ ഫാവലഹു ഫി ഹാജത്തിൻ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരുന്ന, ജാലസ തന്നെ പരസ്പരം ഇരിക്കുക എന്നാണല്ലോ, അങ്ങോട്ട് ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ഇരുന്നു, അല്ലെങ്കിൽ ഔ ഫാവലഹു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ മുഷാവറ നടത്തി, ചർച്ച നടത്തി, കൂടിയാലോചന നടത്തി, ഫി ഹാജത്തിൻ, ഒരാവശ്യത്തിൽ, സാബറഹു, അവരുടെ കൂടെ ഒപ്പം ക്ഷമിച്ചിരിക്കും, ഹത്താ യകൂന ഹുവൽ മുൻസരിഫു, അയാൾ പിരിഞ്ഞു പോകുന്നത് വരെ. നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ സംസാരിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ആൾ ഒഴിവാക്കാൻ ശ്രമിക്കുമല്ലോ, എന്തെങ്കിലും കൂടിയാലോചനയൊക്കെ നടത്തുന്ന സമയം. എന്നാൽ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ഒരു ആവശ്യം സംസാരിക്കാൻ വേണ്ടിയോ കൂടിയാലോചന നടത്താൻ വേണ്ടിയിട്ടോ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടോ ഒരാൾ വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വന്ന ആൾ പിരിഞ്ഞു പോകുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ക്ഷമിച്ചിരിക്കും. ഹത്താ യകൂന ഹുവൽ മുൻസരിഫ്, വന്ന ആൾ തിരിഞ്ഞു പോകുന്നത് വരെ. വമൻ സഅലഹു ഹാജത്തുഹു ലം യറുദ്ദഹു ഇല്ലാ ബിഹാ, ഒരാവശ്യം ചോദിച്ചു വന്നാൽ ആ ആവശ്യം കൊണ്ടല്ലാതെ അയാൾ മടക്കുകയില്ല. ഔ ബി മൈസൂരി മിനൽ ഖൗലി, അല്ലെങ്കിൽ നല്ലൊരു വാക്കുകൊണ്ട്, റസൂലുള്ളാഹിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന, ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വാക്കുകൊണ്ട്, മൈസൂർ മിനൽ ഖൗലി, എളുപ്പമാക്കുന്ന ഒരു വാക്കിൽ നിന്ന്. ഖദ് വസി അന്നാസ ബസ്തഹു വഖുലുഖു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലാളിത്യവും സ്വഭാവവുമൊക്കെ ജനങ്ങളിലേക്ക് വിശാലമായിരിക്കുന്നു. ഫസാറ ലഹും അബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കൊരു പിതാവിനെ പോലെയായി. വസാറു ഇന്ദഹു ഫിൽ ഹഖ് സവാൻ, അവർ ഹക്ക്, അവരുടെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ കിട്ടുന്നതിൽ എല്ലാവരും സമന്മാരായി. മജ്ലിസുഹു മജ്ലിസു ഇൽമിൻ വ ഹയാഇൻ വ സബ്രിൻ വ അമാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസ്, ആ കൂടിയിരിക്കുന്ന സ്ഥലം, മജ്ലിസു ഇൽമിൻ, അറിവിൻ്റെ സദസ്സാണ്, വ ഹയാഇൻ, ലജ്ജയുടെ സദസ്സാണ്, ക്ഷമയുടെ സദസ്സാണ്, വിശ്വാസ്യതയുടെ സദസ്സാണ്. റസൂലുള്ളാഹിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് ഇൽമ്, ഹയാ, സബർ, അമാനത്ത്, ഇവകളാണ്. അജ്വദന്നാസി സ്വദറൻ, ഹൃദയവിശാലതയുള്ളതാണ്. അജ്വദന്നാസി സ്വദറൻ, വളരെ ഹൃദയവിശാല. അജ്വദ് പറഞ്ഞാൽ ഏറ്റവും ഔദാര്യമുള്ളതാണ്. സദർ എന്ന് പറഞ്ഞാൽ നെഞ്ചിനാൽ, അങ്ങനെ ഭയങ്കര ഹൃദയവിശാലതയുള്ള ആളാണ് തങ്ങൾ. വഅസ്ദഖന്നാസി ലഹജത്തൻ, അവരിൽ ഏറ്റവും നല്ല ഭാഷ, സത്യസന്ധമായ ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. ലഹജത്ത് എന്ന് പറഞ്ഞാൽ ആക്സെൻ്റ് എന്നൊക്കെയുള്ള ഉപയോഗത്തിലാണ്. ഒരു ഭാഷാ രീതി, അല്ലെങ്കിൽ നാട്ടുഭാഷ, അല്ലെങ്കിൽ സ്ലാങ്സ് എന്നൊക്കെ പറയുമല്ലോ. എങ്ങനെയായാലും ഇവിടെ ഉദ്ദേശം ലിസാൻ, ഭാഷ എന്നുള്ളത്. ഏറ്റവും നല്ല സത്യസന്ധമായ വാക്കിനുടമയാണ്, ഭാഷയുടെ ഉടമയാണ്. വ അൽയനുഹും അരീക്കത്തൻ, അവരിൽ സ്വഭാവത്തിൽ, അരീക്കത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതം അർത്ഥം. പ്രകൃതത്തിൽ അവരിൽ ഏറ്റവും മൃദുല ഹൃദയനാണ്. അലിയനാണ് ഏറ്റവും മൃദുലമായ, ഏറ്റവും നർമ്മം നിറഞ്ഞ, ഏറ്റവും മൃദുലമായുള്ള രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൈർമല്യമുള്ള, അതാണ് നൈർമല്യമുള്ള ആൾ അരീക്കത്തൻ. വ അക്റമഹും അഷീറത്തൻ, അതിൽ ഏറ്റവും മാന്യനായാണ് പെരുമാറ്റം കൊണ്ട്. അഷീറത്ത് എന്ന് പറഞ്ഞാൽ സൗഹൃദം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അടുപ്പം, അതിനൊക്കെ ഇഷ്റത്ത് എന്ന് പറഞ്ഞല്ലോ, അഷീറത്ത്. മൻ റആഹു ബദീഹത്തൻ ഹാബഹു, പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, സുൽത്താനെ മുൻപരിചയമില്ലാത്തൊരാൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാലും ഹാബഹു, ഒരു ചെറിയ ഭയമുണ്ടാവും.
അബഹ് എന്ന് നമ്മൾ ഹൈബത്ത് എന്ന് പറയില്ല, ഒരു ഗൗരവം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു രൂപം. പെട്ടെന്ന് കണ്ട ആളും ഒന്ന് ഗൗനിക്കും. വമൻ ഹാലത്തുഹു മാരിഫത്തൻ, ഇനി അറിഞ്ഞ് ഇടപഴകിയാൽ അഹബ്ബഹു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ ഇഷ്ടപ്പെടും. ഹാലത്ത് അറിഞ്ഞ ഇടപഴകി, ഇടകലർന്നു ജീവിച്ചു. മാരിഫത്തൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട്, അഹബ്ബഹു അപ്പോൾ ഇഷ്ടപ്പെടും. യഖൂലു നായിത്തുഹു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിക്കുന്ന ആളെ എന്താണ് പറയുക? ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പോ ശേഷമോ ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും നല്ല സ്വഭാവ ഗുണങ്ങളുടെ ഉടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരികമായ വർണ്ണനകളാണ് ശേഷം വരാൻ പോകുന്നത്. വഖദ് കസാഹുല്ലാഹു നബിയഹു ലിബാസൽ ജമാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭംഗിയുടെ വസ്ത്രം അള്ളാഹു ധരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ ഭംഗിയോടുകൂടെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. വാൽഖാലഹി മഹബ്ബത്തൻ വ മഹാബത്തൻ മിൻഹു, വാൽഖാലഹി അള്ളാഹുവിൽ നിന്നുള്ള ഇഷ്ടവും ഗൗരവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം നൽകിയിരിക്കുന്നു. മഹാബത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഗ്നിറ്റി, മഹത്വം. അപ്പോൾ ഇഷ്ടവും മഹത്വവും ഒക്കെ അള്ളാഹു നൽകിയിരിക്കുന്നു. വസഫഹു അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു വിശേഷിപ്പിക്കുന്നത് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മർബൂഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വടിവത്ത ഒരാളായിരുന്നു. നമ്മുടെ മലയാളത്തിൽ അങ്ങനെയാണ് പറയാം. മർബൂ എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തുനിന്ന് നോക്കിയാലും, റുബ് എന്നൊക്കെ അർബ എന്നുള്ളതിന് ഒന്നാണ്. 4 ഭാഗത്തുനിന്ന് നോക്കിയാലും വളരെ ഭംഗി തോന്നുന്ന ഒരു ആകാര വടിവിനാണ് മർബൂ എന്ന് പറയാം. അപ്പോൾ മർബൂഅൻ നല്ല വടിവത്ത മനുഷ്യനായിരുന്നു. വഖദ് റഅയ്തുഹു ഫി ഹുല്ലത്തിൻ ഹംറാ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടക്ക് ഹുല്ലത്തിനെ സൂട്ടുന്ന വസ്ത്രം, ചുവന്ന വസ്ത്രത്തിൽ ഇങ്ങനെ കാണാം. മാ റഅയ്തു ഷൈഅൻ ഖത്തു അഹ്സന മിൻഹു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ കാണുന്നതിൽ അതിലും മനോഹരമായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പറയല്ലോ, ഭാഷയിലൊക്കെ ഇങ്ങനെ പറയല്ലോ, ചില സമയത്തുണ്ട് ഒരു ചുവന്ന ഡ്രസ്സൊക്കെ കൊണ്ട് ധരിച്ച് വരാൻ എന്താ അപ്പോഴൊക്കെ ഭംഗി, ആ ഒരു രീതിയിലാണ് പറയുന്നത്. ഇനി ശാരീരികമായ വർണ്ണനകളാണ്. വാസഫു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇതേ രീതിയിൽ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശേഷിപ്പിക്കുന്നു. ഫഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാന റബ്അത്തൻ, മർബൂ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് റബ്അത്തൻ, ഒരു വടിവത്ത മനുഷ്യനായിരുന്നു. വഹുവ ഇല തൂലി അഖറബ്, നീളത്തിലേക്ക് അഥവാ നീളത്തിലേക്ക് ഏറെ അടുത്ത ആളായിരുന്നു. അപ്പോൾ വലിയ നീളം കണ്ടാൽ തന്നെ ഭയങ്കര ഒരു നീളം തൊട്ടി എന്നൊക്കെ പറയുന്ന ആ രീതിയിലല്ല, ഒരു പാകമൊത്ത നീളമായിരുന്നു. ഷദീദൽ ബയാലി, നല്ല വെളുത്ത ആളായിരുന്നു. അസ്വദ ഷായരിൽ ലഹിയ, അസ്വദ കറുത്ത മുടി, താടി രോമങ്ങൾ കറുത്ത. ഹസന സഗരി, മുൻപല്ലുകൾ നല്ല ഭംഗിയുള്ള. അഹ്ദബ അഷ്ഫാരിൽ ഐനൈനി, അഹ്ദബ അഷ്ഫാരിൽ ഐനൈനി, 2 കൺപോളകളുടെ കൺപീലികൾ, മുടി രോമങ്ങളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ. അഹ്ദബ അഷ്ഫാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തവീലു ഷൈരിൽ അജ്ഫാൻ എന്ന് പറയും. കൺപോളകളുടെ അറ്റത്തുള്ള മുടികളൊക്കെ നല്ല നീളമുള്ള അഥവാ നല്ല ഭംഗിയുള്ള രീതിയിൽ. ഒരു മനുഷ്യൻ്റെ വിശേഷണങ്ങൾ പറയുമ്പോൾ ഉള്ള ഗണങ്ങളാണതൊക്കെ. വബഈദമാ ബൈനൽ മൻകിബൈൻ, നല്ല നെഞ്ചു വീതിയുള്ള ആൾ. 2 ഷോൾഡറുകൾക്കിടയിലുള്ള സ്ഥലം നല്ല വീതിയുള്ള ആൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നെഞ്ചുവിലാസമുള്ള ഒരാൾ. ഇലാൻ കാല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു, ലം അറ മിസ്ലഹു ഖബ്ലു വലാ ബഅദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല മുമ്പോ ശേഷമോ. വയഖൂലു അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മസസ്തു ദീബാജൻ വലാ ഹരീറൻ, ഞാൻ പട്ടോ അല്ലെങ്കിൽ വെള്ളിയോ ഒന്നും തൊട്ടിട്ടില്ല. ദീബാജ് ഹരീർ, മസസ്തു ദീബാജൻ, ദീബാജ് തന്നെ വീരാളിപ്പട്ട് എന്നാണ് അതിന് മലയാളത്തിൽ പറയല്. ഹരീർ എന്ന് തന്നെ വേറൊരു തരം പട്ട്. അങ്ങനത്തെ 2 ഞാൻ തൊട്ടിട്ടില്ല. അലിയന മിൻ കഫി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയിനേക്കാൾ മനോഹരമായ ഒരു പട്ടും ഞാൻ തൊട്ടിട്ടില്ല. വലാ ശമം തുറായിഹത്തൻ, ഞാൻ ഒരു സ്മെല്ലും മണത്തിട്ടില്ല, ഞാൻ ഒരു മണവും ആസ്വദിച്ചിട്ടില്ല. ഖദ് അത്തിയബു മിൻ റാഹിയത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ പരിമളത്തേക്കാൾ മനോഹരമായ ഒരു പരിമളവും ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇങ്ങനെ സ്വഭാവം കൊണ്ടും ശരീരം കൊണ്ടും ശാരീരം കൊണ്ടും ഒക്കെ വളരെ മനോഹരമായ ജീവിതം കാഴ്ചവെച്ച മാതൃകാപുരുഷനായിരുന്ന, സർവർക്കും സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് വലിയ മാതൃകയും ഉദാത്ത മാതൃകയുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങളെക്കുറിച്ചായിരുന്നു ഈ പാഠം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.